ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ആരംഭിച്ചത് മുതൽ കേൾക്കുന്ന പേരാണ് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പറും UDFൻ്റെ കൺവീനറുമായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിൻ്റെ പേര്. അദ്ദേഹം ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ 2-ലധികം പ്രാവശ്യം ഈ സ്വർണ്ണ പാളി കേസുമായി ബന്ധപ്പെട്ട പ്രതികളുമായി ബന്ധപ്പെട്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരുമായി ആശയവിനിമയം നടത്തുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പത്രങ്ങളിലൊക്കെ തന്നെ വന്നതാണ്. അന്ന് തന്നെ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉന്നയിക്കപ്പെട്ടു. എന്തിന് ഇത്രയും അധികം സെക്യൂരിറ്റിയുള്ള, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു വീടല്ല ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീടെന്ന് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല, സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. 2 പ്രാവശ്യമാണ് ഈ കാട്ടുകള്ളന്മാർ ബഹുമാനപ്പെട്ട ഗാന്ധിയുടെ മുന്നിൽ ഹാജരായി. ആ അവസരത്തിലൊക്കെ തന്നെ ശ്രീ അടൂർ പ്രകാശും അതുപോലുള്ള UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഈ സാഹചര്യത്തിൽ വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെ UDFൻ്റെ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശത്തിനോട് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആവശ്യപ്പെടുക എന്നുള്ളതാണ് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത്.